വെൽക്കം ടു പോളിടെക്നിക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിൻഡോസ് 8.1 ഒരു ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. വിൻഡോസ് XP, വിൻഡോസ് 7 ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ നോക്കുന്നത് 8.1 ആണ്. 8.1 നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവൈലബിൾ അല്ല. 2023 ജനുവരി 10 മുതൽ അത് അപ്ഡേഷൻസ് ഒന്നുമില്ല എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട് വിൻഡോസിൻ്റെ സൈറ്റിൽ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുള്ള archive.org എന്ന് പറയുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റിൽ പോയി 8.1 ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് archive.org എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പിലോ വിൻഡോസ് ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മോഡൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ വരുന്ന കീ ഉൾപ്പെടെ വരുന്ന പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. അത് ആ വിൻഡോസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കീ അടിക്കാതെ തന്നെ നമുക്കത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇനി അതില്ലാത്ത കേസിലാണെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ക്രാക്ക് ചെയ്യാനുള്ള ഇതോ അല്ലെങ്കിൽ കീ എൻ്റർ ചെയ്യാനുള്ള സ്റ്റെപ്പോ ചെയ്യേണ്ടി വരും. മിനിമം ഒരു 8 GB പെൻഡ്രൈവാണ് നമുക്ക് 8.1 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേണ്ടത്. 7 വരെ നമുക്ക് 4 GB മതിയായിരുന്നു. 8.1 മുതൽ നമുക്ക് 8 GB മിനിമം വേണം. നമ്മൾ ISO ഡൗൺലോഡ് ചെയ്തു. നമ്മൾ റഫോസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ റഫോസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. അതിലേക്ക് നമ്മൾ ISO ഫയലിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു, ലൊക്കേഷൻ ചെയ്തു. അതിനുശേഷം പാർട്ടീഷൻ സ്കീം GPT ഉണ്ട്, അതേപോലെ ടാർഗറ്റ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഫയൽ സിസ്റ്റം FAT32 NTFS. അത് പഴയ കമ്പ്യൂട്ടറുകളിൽ അത് കൊടുക്കുക, പുതിയ മോഡലിൽ ആദ്യം കാണിച്ചത് കൊടുക്കുക, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവ് ബൂട്ടബിൾ പെൻഡ്രൈവായി മാറുന്ന ഒരു സ്റ്റെപ്പാണ്. നമ്മളിത് തൊട്ട് മുമ്പുള്ള വീഡിയോയിലെല്ലാം നമ്മൾ ചെയ്ത് തന്നെയാണ്. സെയിം സ്റ്റെപ്പ് നമ്മൾ ഇതിലും ചെയ്യുന്നു. നമുക്ക് ഇനി ഈ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇനി വിൻഡോസ് 10 നോക്കാനുണ്ട്, വിൻഡോസ് 11 നോക്കാനുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയാണ് നോക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ റെഡി എന്നുള്ള മെസ്സേജ് വരും. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്യുന്നു. മറ്റ് സിസ്റ്റത്തിലേക്കാണെങ്കിൽ നമ്മൾ സേഫ്ലി നമ്മുടെ പെൻഡ്രൈവ് ഇജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നു. ബയോസിൽ വരുന്നു. ബയോസിലേക്ക് F2 F12 ഡിലീറ്റ് ചെയ്യുകയൊക്കെയാണ് സാധാരണ സിസ്റ്റത്തിൽ വരുന്നത്. പല മേക്കറിലും പല ഓപ്ഷനാണ്. F8 F9 F10 F12 ഡിലീറ്റ് എസ്കേപ്പ് പല കീസിലാണ് പല മാനുഫാക്ചറിങ് കമ്പനികളുടെയും ബയോസ് ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒന്നല്ലെങ്കിൽ ബൂട്ടബിൾ മെനുവിൽ വന്ന് പെൻഡ്രൈവ് സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് കയറാം, അല്ലെങ്കിൽ ബയോസിൽ വന്നിട്ട് ബൂട്ട് ഓപ്ഷൻസിൽ പോവുക. ബൂട്ട് ഓപ്ഷൻസ് മെനുവിൽ വന്നതിന് ശേഷം നമ്മുടെ ബൂട്ട് ഓർഡറിൽ റിമൂവബിൾ ഡിവൈസ് എന്നുള്ള പെൻഡ്രൈവിനെ ആദ്യമാക്കി ഇട്ടുകൊണ്ട് F10 അടിച്ച് സേവ് ചെയ്യുക. ചിലതിനകത്ത് F4 ഒക്കെയാണ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മുടെ ബയോസിൽ തന്നെ കാണിക്കും ഏത് കീയിലാണ് സേവ് ഓപ്ഷൻ ഉള്ളതെന്ന്. അത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് സ്ക്രീനിൽ നമ്മുടെ വിൻഡോസിൻ്റെ സിമ്പലുമായിട്ട് ലോഡിംഗ് ആയി നിൽക്കും. ഇപ്പോൾ വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ ആരംഭിക്കുകയാണ്. വിൻഡോസ് 8.1 ആണ് നമ്മൾ ചെയ്യുന്നത്. 8 തന്നെയാണത്, 8.1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ ഓക്കെ അടിച്ചു, നെക്സ്റ്റ് അടിക്കുന്നു. പ്രോഡക്റ്റ് കീ അടിക്കാനുള്ളൊരു സ്ക്രീനിലാണ് സാധാരണ ആദ്യം വന്ന് നിൽക്കുന്നത്. ഇത് നമ്മൾ archive.org എടുത്ത ISOയിലാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ക്രാക്ക് ഉൾപ്പെടെ വരുന്ന ISOകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് എസ്കേപ്പ് ചെയ്ത് പോകാം. നമുക്കിപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഈ പറയുന്നത് പോലെയുള്ള കോഡ് എഴുതിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകാം. നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ചെക്ക് ചെയ്യുക, ഇതുപോലെ അതിനകത്തേക്ക് എഴുതി അത് സേവാസ് കൊടുക്കുക. സേവാസ് ചെയ്ത് നമ്മൾ അതിന് പേര് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അതേപോലെ പേര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം പെൻഡ്രൈവിൽ വിൻഡോസിൻ്റെ ഫോൾഡറിൽ നമ്മളിത് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് കീ ചോദിക്കുന്ന സ്റ്റെപ്പ് ഈ ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ei.cfg എന്ന് പറയുന്നൊരു ഫയലായിട്ട് അത് സേവ് ചെയ്യുന്നു. ഓൾ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇടുന്നു, സേവ് കൊടുക്കുന്നു. ഇനി ഈ ഫയലിനെ കോപ്പി ചെയ്ത് നമ്മുടെ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം സോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് നമ്മളത് കോപ്പി ചെയ്തിടുന്നു. ശേഷം നമ്മുടെ ഇൻസ്റ്റലേഷൻ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കീ അടിക്കാനുള്ള ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ഇതിലേക്ക് വരും. 8.1 പ്രോയും 8.1 ഉള്ള 64 ബിറ്റിൻ്റെ ഒരു
ISO ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്ഗ്രേഡ് അല്ല, നമുക്ക് കസ്റ്റം ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കസ്റ്റം കൊടുക്കുന്നു. കസ്റ്റം കൊടുത്തിട്ട് കസ്റ്റം കൊടുത്തതിന് ശേഷം നമുക്ക് ആകെയുള്ള അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ടുള്ള നമ്മുടെ ഹാർഡ് ഡിസ്കിലെ ഒരു സ്റ്റോറേജ് ഒന്നല്ലെങ്കിൽ 1-2 ഡ്രൈവ് ആക്കി സ്പേസ് കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം ഒരു ഡ്രൈവിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു 100-120 GB ഉള്ള ഒരു സൈസ് എടുത്ത് ഒരു ഡ്രൈവിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഡ്രൈവ് നമുക്ക് C ഡ്രൈവായി എടുത്തുകൊണ്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സെക്കൻഡ് ഡ്രൈവ് നമുക്ക് സ്റ്റോറേജിന് എടുക്കാം, അത് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറേജിന് എടുക്കാം. നമുക്കിപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രൈവിനെ ഫുള്ളായിട്ട് C ഡ്രൈവായി കണ്ടുകൊണ്ട് ഡയറക്റ്റ് ഇൻസ്റ്റലേഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുക്കുന്നേ ഉള്ളൂ ഈ രീതിയിൽ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഡിലീറ്റ് ചെയ്യുവാണ്. രണ്ടും ഡിലീറ്റ് ചെയ്ത് സിസ്റ്റം റിസർവറും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫുള്ള് അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ട് കിടക്കുന്നു. നമ്മളത് ന്യൂ കൊടുക്കുന്നു. ന്യൂ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നേരെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റലേഷനിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഫയൽ കോപ്പിയിങ് നമ്മുടെ 3.0 ഉള്ള പെൻഡ്രൈവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് തന്നെ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അത് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നു. റീസ്റ്റാർട്ട് ആയി വരുമ്പോൾ നെക്സ്റ്റ് പിന്നെ എനിക്ക് നമ്മൾ പ്രസ് ചെയ്യേണ്ട, ഡയറക്റ്റ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയലുകൾ വരും. പ്രോഡക്റ്റ് കീ ഇവിടെ അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അറിയാവുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് കീ അടിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നമ്മുടെ സിസ്റ്റത്തിനൊരു പേര് കൊടുക്കുക, യൂസറെന്നോ അഡ്മിനിസ്ട്രേറ്ററെന്നോ എന്തേലും ഒരു പേര് നമ്മളവിടെ കൊടുക്കുന്നു. അതിനുശേഷം യൂസ് എക്സ്പ്രസ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സെറ്റിങ്സും ഓട്ടോമാറ്റിക് എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ഈ രീതിയിൽ ചെയ്യാം. നമുക്ക് എക്സ്പ്രസ് കൊടുക്കണമായിരിക്കും എളുപ്പം. ഇതിപ്പം ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. അത് കൊടുക്കുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ഡോണ്ട് ഹാവ് അക്കൗണ്ട് കൊടുത്താൽ ആ രീതിയിൽ പോകും, അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കുക. ഇപ്പോൾ ഒരു അക്കൗണ്ട് അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് അക്കൗണ്ട് കൊടുത്താലും അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻഡോസിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. ലെറ്റ്സ് സ്റ്റാർട്ട് വന്നു, നമ്മുടെ വിൻഡോസിലേക്ക് എത്തി. 8.1 ഇതിനകത്തൊരു സ്റ്റാർട്ട് ബട്ടൺ എക്സ്ട്രാ ഉണ്ട്. അതിനകത്ത് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ റീസ്റ്റാർട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് 8.1 എനിക്ക് തോന്നിയൊരു കാര്യം. മറ്റെന്തൊക്കെയോ അപ്ഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്തായാലും ചിലപ്പോൾ ഇപ്പോൾ 10ഉം 11ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതങ്ങനെ ഉപയോഗിക്കുന്നില്ല. ആവശ്യമുള്ളവർ ഉപയോഗിക്കുക, ആൻറ്റിവൈറസ് ഇട്ട് ഉപയോഗിക്കുക. ഈ രീതിയിലാണ് എന്തായാലും ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. ഡയറക്റ്റ് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിർച്വൽ മെഷീൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ വീഡിയോസിൽ കിടപ്പുണ്ട്. നമ്മൾ തൊട്ട് മുൻപിലത്തെ വീഡിയോയിൽ നമ്മൾ വിർച്വൽ മെഷീനാക്കി ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് നോക്കുക, അതിനുശേഷം അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഡ്രൈവറുകൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.